സാറിപ്പം മൂന്നാമത്തെ സെഷൻ ആണല്ലോ. സെഷൻ അതെ. മൂന്നാമത്തെ സെഷനാണ്. നമ്മൾ എത്ര പേരുണ്ട്? നമുക്കിപ്പോ 5 പാർട്ടിസിപ്പൻസ് ഉണ്ട്. അത് വരും സാർ, എൻട്രി ചെയ്തു. ആയിക്കോട്ടെ. ഇപ്പൊ കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതിനിടയിൽ ഡോക്ടർ വർഗീസിന്റെ ക്ലാസ് ഈ കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചകളിൽ ഡോക്ടർ വർഗീസിന്റെ ഡോക്ടർ വർഗീസ് ഒരു 4-5 ക്ലാസ്സുകൾ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കഴിഞ്ഞ ബുധനാഴ്ച GSKയുടെ ഒരു GSK ഹോമിയോപ്പതി ഡോക്ടർമാർക്കായിട്ടുള്ള GSKയുടെ ഒരു പ്രോഗ്രാമും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ക്ലാസ് ഈ ബുധനാഴ്ചയായിരുന്നു. ഡോക്ടർ ആഷർ ഷെയ്ഖിന്റെ ഒരു ക്ലാസ് ആയിരുന്നു. നല്ല സെഷൻ ആയിരുന്നു സാർ. ഞാനും കേട്ടായിരുന്നു. ആഷർ ഷെയ്ഖിന്റെ ക്ലാസ് തുടങ്ങി. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഇത്രയും ആൾക്കാരുടെ, അതിൽ ആഷർ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടറെ അല്ല അദ്ദേഹം. അദ്ദേഹത്തിന്റെയൊക്കെ ക്ലാസ് ഭയങ്കര പ്രശസ്തമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്കിപ്പം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അത് എല്ലാവരും വിനിയോഗിച്ചു കഴിഞ്ഞാൽ നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണേലും ഡോക്ടർ വർഗീസ് കഴിഞ്ഞ ദിവസം GSKയുടെ 5 ജൈവിക നിയമങ്ങളെ പറ്റി സംസാരിച്ചിരുന്നു. 5 ജൈവിക നിയമങ്ങളിൽ ഒന്നാമത്തെ നിയമവും രണ്ടാമത്തെ നിയമവും ഡോക്ടർ വർഗീസ് പറഞ്ഞു. നമുക്ക് ഓരോ ദിവസവും ഈ നിയമങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് നമുക്ക് ഇന്ന് കുറച്ച് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടി സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ ഡോക്ടർ വനിത? നമുക്ക് ഈ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിന് കഴിഞ്ഞാൽ നല്ലത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ആൾക്കാരെ കൂടുതൽ ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം. പലപ്പോഴും ഒരു ക്ലാസ്സും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. ഇവിടെ ക്ലാസ്സിൽ നമ്മൾ ഒരാളുടെ മുഖം കാണുന്നുണ്ട്, ഇവിടെ മുഖം കാണുന്നില്ല. എന്തോ ഒരു സത്വത്തിനെ കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിൽ നമ്മളിപ്പോ സംസാരിക്കുന്നവരുടെ മുഖം മാത്രം മറ്റുള്ളവർക്ക് കാണാം, മറ്റുള്ളവരുടെ ആരുടെയും കാണത്തില്ല. ഇവരെന്ത് ചെയ്യുകയാണ് എന്നൊന്നും അറിയത്തില്ല. ബോറടിക്കുന്നുണ്ടോ, ക്ലാസ് ബോറാകുന്നുണ്ടോ, ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല എന്നുള്ള ഒരു കുറവുണ്ട്. പക്ഷെ എല്ലാ കുറവിനെ കഴിഞ്ഞും പ്രധാനമാണ് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ഗുണം തന്നെയാണ്. എന്തായാലും ഇന്ന് ഞാൻ 2 കേസാണ് നിങ്ങളുടെ മുന്നിൽ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കേസ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ വർഗീസ് പറഞ്ഞ 2 നിയമങ്ങളെ രണ്ടാമത്തെ നിയമമായ ടു ഫേസ് ഓഫ് ദി ഡിസീസ്, ഏത് രോഗത്തിനും ഒരു 2 ഫേസ് ഉണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ നിയമമാണ്. ആദ്യത്തെ നിയമമാണ് ദ കൺഫ്ലിക്റ്റ്. ഓരോ രോഗങ്ങളും കൺഫ്ലിക്റ്റിനാലാണ് തുടങ്ങുന്നത്. അതാണ് നമ്മുടെ ഹോമിയോപ്പതിയിൽ പറയുന്ന അഫോറിസം 16, കൺസെപ്ച്വൽ ഡൈനാമിക് ഡിറേഞ്ച്മെന്റ് എന്നതാണ് ഹോമിയോപ്പതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ഡിറേഞ്ച്മെന്റ് എവിടെ, ഏത് രീതിയിൽ, എപ്പോൾ, എത്ര കൃത്യമായിട്ടുണ്ടാകുന്നു എന്നാണ് GSK നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഹോമിയോപ്പതിയും GSKയും തമ്മിലുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത്, ഇവിടെ കൺഫ്ലിക്റ്റ് അഥവാ സംഘർഷം എന്ന വാക്കുകൾ ഉപയോഗിച്ചപ്പം മറ്റേ നമ്മൾ വൈറ്റൽ ഫോഴ്സിന്റെ ഡിറേഞ്ച്മെന്റ് എന്നൊരു വാക്കിൽ കൂടിയാണ് നമുക്ക് രോഗത്തിന് കാരണമായിട്ട് പറയുന്നത്. GSKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡൈനാമിക് ഡിറേഞ്ച്മെന്റിനെ മാത്രമേ ഈ ആശയത്തിനകത്ത് പെടുത്തുകയുള്ളൂ. ആക്സിഡന്റ് ഓർ ട്രോമ അല്ലെങ്കിൽ ആക്സിഡന്റ്, അതും അല്ലെങ്കിൽ പോയിസണിങ്, ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓർ സ്കാർസിറ്റി, ഈ 3 കാര്യങ്ങളും ഈ ആശയത്തിന് വെളിയിലാണ് നൽകുന്നത്. ട്രോമ ഓർ ആക്സിഡന്റ്, പോയിസണിങ് ഓർ സ്കാർസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം, ഇല്ലായ്മ കൊണ്ട്. ഇല്ലായ്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും കഴിച്ച ഭക്ഷണത്തിനകത്ത് നിന്ന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റാതിരിക്കുന്നതും
ആ ഒരു ആശയത്തിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം സ്ഥിരമായിട്ട് ജങ്ക് ഫുഡുകൾ കഴിക്കുന്നവര് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ പലപ്പോഴും ഈ തകരാറുകൾ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതിനൊന്നും നമുക്ക് GSKയുടെ ഈ നിയമങ്ങൾ ആപ്ലിക്കബിൾ അല്ല. അതിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് എടുത്തിരുന്ന രണ്ടാമത്തെ നിയമമായ 2 phase ഓഫ് ഡിസീസ്. നമ്മൾ പലപ്പോഴും നമ്മളെ ആൾക്കാർ കാണുന്നത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏത് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെന്റ് കൊണ്ട് നടത്തിയാലും, അതല്ല ഹോമിയോപ്പതി തന്നെ ഉപയോഗിക്കുന്നവരിൽ ടിഞ്ചർ കൊടുത്താലും പൊട്ടൻസി കൊടുത്താലും പേറ്റന്റ് കൊടുത്താലും, ഇനി ഇതൊന്നുമല്ല ഏതെന്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും കുറയുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യമാണ് ഡോക്ടർമാർ അതിനെ ന്യായീകരിക്കുന്നത്. കുറയുന്നുണ്ടല്ലോ, ഞാനത് കൊടുത്തിട്ട് കുറഞ്ഞല്ലോ, മറ്റൊരാൾ പറയുന്നു സിംഗിൾ മെഡിസിൻ കൊടുത്തില്ല. അതെല്ലാം സംഭവിക്കുന്നത് ഈ 2 phase ഓഫ് ദി ഡിസീസിൽ, ഹീലിംഗ് ഫേസിൽ അതല്ലെങ്കിൽ റിസൊല്യൂഷൻ ഫേസിൽ വരുന്ന രോഗങ്ങളാണ് കുറയുന്നത്. കൺഫ്ലിക്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ വരുന്ന രോഗങ്ങളൊന്നും തന്നെ കുറയുകയില്ല, മറിച്ച് ഹീലിംഗ് ഫേസിൽ വരുന്ന രോഗങ്ങളാണ് നമുക്ക് കുറയുന്നത്. അപ്പൊ ഹീലിംഗ് ഫേസിലാണ് ഒരു രോഗം ഉള്ളത് എന്ന് തിരിച്ചറിയുന്നതിനും മാർഗമുണ്ട്. കാരണം ഈ ഹീലിംഗ് ഫേസിൽ കോൾഡ് ഫേസ് ആണ് ആക്റ്റീവ് ഫേസിലുള്ളത്, ഹീലിംഗ് ഫേസിൽ ഹോട്ട് ഫേസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനകൾ ഉള്ളപ്പോൾ, പനി ഉള്ളപ്പോൾ, ഇതെല്ലാം ഹീലിംഗ് ഫേസ് ആണ്, ഹീലിംഗ് സിംറ്റംസ് ആണ്. അതിനെപ്പറ്റി വിശദമായിട്ട് കഴിഞ്ഞ ദിവസം ഡോക്ടർ വർഗീസ് എടുത്തിരുന്നു. ഈ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളവരെല്ലാം പകുതിയോളം പേര് ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഏതെങ്കിലും ബുക്കുകളിൽ കൂടി അല്ലെ ലിറ്ററേച്ചറിൽ കൂടി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പലപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതല്ല, നമ്മുടെ അടുത്തെത്തുന്ന രോഗികളിൽ എന്തുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ലിവർ സിറോസിസ്, അസൈറ്റിസ് വിത്ത് സിറോസിസ് വിത്ത് അസൈറ്റിസ്, അതുപോലെ തന്നെ ബ്ലീഡിംഗ് പൈൽസ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗം. 42 വയസ്സുള്ള ഒരു വ്യക്തി ഈ മാസം ആദ്യത്തെ ആഴ്ച 15 ഇന്നിപ്പോ 15-ാം തീയതി അല്ലേ ആയുള്ളൂ, 2-ാം തീയതി 3-ാം തീയതി ആണെന്ന് തോന്നുന്നു, എൻ്റെ അടുത്തെത്തി. അദ്ദേഹത്തിന് സിറോസിസ് ആണെന്ന് പറഞ്ഞിരുന്നു. ലിവർ സിറോസിസിനോടൊപ്പം എല്ലാ പാരാമീറ്റേഴ്സിനും, ലിവർ ഫങ്ഷൻ ടെസ്റ്റുകളിലെല്ലാം തകരാറുകളുണ്ട്. അവർ പറഞ്ഞത് ഒരിക്കലും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ തന്നെ ഈ ഏകദേശം 15-20 ദിവസത്തോളം കോട്ടയം ജില്ലയിലെ തന്നെ ഒരു പ്രശസ്തമായ ഒരു സ്വകാര്യ ആശുപത്രി കിടന്നു. അസൈറ്റിസ് പെട്ടെന്ന് അങ്ങ് കൂടി. അവർ ഏകദേശം ഒരു 6 പ്രാവശ്യത്തോളം ടാപ്പ് ചെയ്തു, പാരൻറ്റസിസ്, ഈ ഫ്ലൂയിഡ് ടാപ്പ് ചെയ്തു. ഓരോ തവണത്തെ ടാപ്പിംഗ് കഴിയുമ്പോഴും നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഈ ടാപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡിസ്ട്രെസ് കുറയുമെങ്കിലും യഥാർത്ഥത്തിൽ രോഗിയുടെ നില വഷളാകുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കേസിൽ രോഗിയുടെ ഹീമോഗ്ലോബിൻ അങ്ങ് കുറഞ്ഞു പോയി 4%-ത്തിലെത്തി. പിന്നെ ബ്ലഡ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു, ബ്ലഡ് നൽകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് 6% ഹീമോഗ്ലോബിൻ ഉണ്ട്. ഭയങ്കര ക്ഷീണം, കടുത്ത ക്ഷീണം, അതിൻ്റെ ഇടയിൽ ബ്ലീഡിങ് ഉണ്ട്, പൈൽസിന്റെ ബ്ലീഡിങ്. 42 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. കോട്ടയത്തിന് അടുത്ത് ഒരു സ്ഥലത്താണ് ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പം സാധാരണഗതിയിൽ നമ്മൾ സിറോസിസ് ഉണ്ടാകുമ്പോൾ പറയുന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള വ്യക്തികളിലാണല്ലോ സിറോസിസ് ഉണ്ടാകുന്നത്, കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട്. ഇദ്ദേഹം ആൽക്കഹോളിക് അല്ല, പുകവലിക്കില്ല, യാതൊരു വിധത്തിലുള്ള എന്താ പറയണ്ടേ മോശപ്പെട്ട സ്വഭാവവും ഇല്ലാത്ത പക്ക
മതവിശ്വാസിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനാണ് ഈ പറഞ്ഞ സിറോസിസ് ഓഫ് ലിവർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഒരു വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്. അപ്പം എന്ത് രീതിയിൽ ഇപ്പം ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന ഒരു സാഹചര്യമാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞിരുന്നത്. അപ്പൊ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ആണ് എൻ്റെ അടുത്തെത്തി. ഞാൻ വന്നപ്പോൾ പുള്ളിയുടെ ഭാര്യയോ കുട്ടികളോ വന്നില്ല കൂടെ, പകരം ഒരു സഹോദരിയാണ് വന്നത്. പിന്നെ വേറൊരാളും കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ GSK അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഇയാൾക്ക് ഈ കംപ്ലൈന്റ് ഉണ്ടായി? 42 വയസ്സ് മാത്രം പ്രായമുള്ള ഇയാൾക്ക്. അപ്പം ബിസിനസ്സുകാരനാണ്. ബിസിനസ് മോശമല്ലാതെ പോകുന്നു എന്ന് പറയുമ്പോൾ ബിസിനസ്സിൽ അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പൊ അയാൾക്കൊരു പാർട്ട്ണർ കൂടെയുണ്ട്. പാർട്ട്ണറും ഇയാളും കൂടെ ചേർന്നാണ് ബിസിനസ് നടത്തുന്നത്. പാർട്ട്ണർ സജീവമായിട്ട് ഇല്ല. ഈ ബിസിനസിന്റെ കാര്യമെല്ലാം മത്സ്യ ബിസിനസ്സാണ്. ഹോൾസെയിലായിട്ട് എറണാകുളത്ത് നിന്നും അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ മംഗലാപുരത്തു നിന്നുമെല്ലാം വലിയ ചെറിയ ബിസിനസ്സല്ല, വലിയ ബിസിനസ്സാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വലിയൊരു സംരംഭമാണ് നടത്തുന്നത്. ആ സംരംഭം പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ഒരു വർഷം മുമ്പ് ഒരാള് ഈ പാർട്ട്ണറുടെയും ഇയാളുടെ ഇടയിലേക്ക് കയറി വന്നു. ഇയാൾ വളരെ സൗമ്യനായ ഒരു മനുഷ്യനാണ്, നമ്മുടെ രോഗി. ഇയാള് ഇതിനകത്ത് ഇടപെടാതിരിക്കുവോ? അപ്പൊ ഇയാളൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിക്കുന്നുമില്ല. പക്ഷെ ഈ നമ്മുടെ രോഗിയായ മനുഷ്യന് ഈ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അത് പാർട്ട്ണറോട് പറയുന്നുമില്ല. പാർട്ട്ണറുടെ ഒരു സുഹൃത്താണ് ഇദ്ദേഹം. ഇവരുടെ ബിസിനസ്സിൽ ഇടപെടുന്നു എന്ന് ഇയാൾക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവർ ഒഴിവാക്കുമോ എന്നൊരു സംശയം ഈ വ്യക്തിക്കുണ്ടായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് കടന്നു പോകുന്ന വിവരം ഇയാൾ ആരോടും പറയുന്നില്ല. ഭാര്യയോട് പറയുന്നില്ല, കുട്ടികളോട് പറയുന്നില്ല, പാർട്ട്ണറോട് പറയുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ഇയാൾക്ക് രോഗാവസ്ഥയിലേക്ക് മാറി. പിന്നെ രോഗാവസ്ഥയായപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോവുകയും എല്ലാം ചെയ്ത് വളരെ എന്താ പറയണ്ടേ, ഒന്നിനൊന്നിനൊന്നിന് വഷളായി. ശരീരത്തിൽ ഇക്ടറസെപ്റ്റ് ചേഞ്ചസ് ഉണ്ടായി. സിറം ബിലിറൂബിന്റെ അളവ് വളരെ കൂടുതൽ, CRP കൂടുതൽ, അതുപോലെ തന്നെ അതിനോടൊപ്പം ബ്ലീഡിങ് കൂടി ഉണ്ടായി. അപ്പൊ ഞാൻ ഈ ഒരു കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങേണ്ടി വരും, ഏത് മെഡിസിൻ കൊടുക്കേണ്ടി വരും, ചികിത്സിക്കാൻ നമുക്ക് സാധ്യമാണോ? കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് വരുന്നത്. എനിക്കും വളരെ അധികം വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു ദിവസം ടാപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ആ ടാപ്പ് ചെയ്തിടത്തോളമായി. രണ്ടാമത്തെ ദിവസം വീണ്ടും ടാപ്പ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത്രമാത്രം ആക്റ്റീവായിട്ടാണ് ഈ അസൈറ്റിസ് ഉണ്ടാകുന്നത്. അപ്പൊ അസൈറ്റിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല, എത്രമാത്രം ടാപ്പ് ചെയ്തിട്ടോ. അപ്പൊ അതനുസരിച്ചിട്ട് ഈ മനുഷ്യൻ വിഷമം ഉണ്ടാവുകയാണ്. അവിടെയാണ് നമ്മുടെ GSK അറിവ്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ച് കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പം ഇയാൾക്ക് ഈ ലിവറിന് ഇത്ര പ്രശ്നം ഉണ്ടായെങ്കിൽ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് എന്നൊരു കൺഫ്ലിക്റ്റ് ഉണ്ടാകും. അപ്പൊ സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇയാൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് തകർന്നു പോയാൽ രണ്ടാമതൊരാൾ, അപ്പൊ രണ്ടാമത് വന്ന എന്താ പറയണ്ടേ, ഇയാളുടെയും ഈ രോഗിയായ മനുഷ്യന്റെയും പാർട്ട്ണറുടെ ഇടയിലേക്ക് വന്ന മൂന്നാമതൊരാൾ, അതൊരു ടെറിറ്റോറിയൽ ഇൻട്രൂഷൻ ആയിരുന്നു. ഇവരുടെ അതിർത്തിയിലേക്ക് മൂന്നാമതാണ് ടെറിറ്റോറിയൽ ഫിയർ, ടെറിറ്റോറിയൽ ആങ്കർ, ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോഴാണ് ഇയാൾക്ക് പൈൽസ് ഉണ്ടായത്, ബ്ലീഡിങ് ഉണ്ടായത്. ഈ ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റിന്റെ റിസൾട്ടാണ് സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ്. അപ്പോൾ ആ രണ്ട് കൺഫ്ലിക്റ്റും കൂടെ കൂടി ചേർന്നപ്പോഴത്തേനും ഈ വ്യക്തി വളരെയധികം
മോശപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ചുപോയി. അതായത് നമുക്ക് ഈ മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇയാളുടെ കൂടെ വന്ന ആളോട് ഇവരോടും ചോദിച്ചു, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന ചോദിച്ചപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ല, ഇത് ഇയാൾക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇയാൾ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോഴത്തേന് ഇയാളുടെ മൂത്ത മകൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകനെ, 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, +1 പോകുന്നു. ആ പയ്യനെ ഇയാൾ ഇവരുടെ സംരംഭങ്ങളിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഏകദേശം പഠിപ്പിച്ച് ഈ 1-2 മാസം കൊണ്ട് പഠിപ്പിച്ചെടുത്തു. അപ്പം ഈ മകന് പഠിക്കേണ്ടതുണ്ട്, എന്നാലും ഇയാൾ ഒരു സഹായി എന്ന രീതിയിൽ കൊണ്ടുവന്നു. അങ്ങനെ ഇയാൾ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിന്റെ ഒരു അവസാനമായി എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ട് എന്ന്, ഈ ഒരു മാനസിക സംഘർഷത്തെയും ഈ രോഗത്തെയും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഇവർക്ക് ഒരു ധാരണയും ഇല്ലായിരുന്നു. ഇവരതാ ഈ നമ്മുടെ രോഗി ആരോടും ഇത് പറഞ്ഞുമില്ല. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഭാര്യയോട് പറഞ്ഞില്ല, മക്കളോട് പറഞ്ഞില്ല, സുഹൃത്തുക്കളോട് പറഞ്ഞില്ല. ഇയാൾ ഒരു സൗമ്യനായ ഒരു മനുഷ്യൻ, ഇയാൾ അതെല്ലാം ഉള്ളിൽ ഒതുക്കി സഹിക്കുന്നു. ഇപ്പൊ ഞാൻ ചോദിച്ച ഇതാണ്, ഈ ഒരു പ്രശ്നം മുന്നോട്ട് പോയാൽ, ഈ ഇൻട്രൂഡർ, അതായത് മൂന്നാമതൊരാൾ ഇവരുടെ അവിടത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും തകരാറിലാവില്ലേ എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്താ പൂർണ്ണമായിട്ടും ഇല്ലാതാവുമോ കുടുംബത്തിന്റെ സുഖകരമായ ജീവിതം? ഇപ്പം വീടില്ല, വാടകയ്ക്ക് താമസിക്കേണ്ടി വരികയോ, വീടില്ലാതാവുകയോ? ഇപ്പൊ ഓൾറെഡി അവർക്ക് വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ പോലും വീണ്ടും ഒരു പട്ടിണിയിലേക്ക് പോകുകയോ, സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയിലേക്ക് തന്നെ പോവുകയാണോ എന്നൊരു സാഹചര്യത്തെ പറ്റി ചിന്തിച്ചു. അതിനോടൊപ്പം ഇയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ ഒരു പ്രശ്നം ഞാൻ ആരോടും സംസാരിക്കുന്നില്ല, എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞപ്പോൾ പാർട്ട്ണർ പറഞ്ഞു പേടിക്കണ്ട എന്ന് പറഞ്ഞു, അയാളൊന്നും ചെയ്യല. പക്ഷെ ഏകദേശം ഇയാള് ബിസിനസ്സിൽ നിന്ന് ഇയാൾ ഒറ്റയ്ക്കായി, അവർ രണ്ടുപേരും കൂടെ മാറി എന്നൊരവസ്ഥയെത്തി. അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് നേരിട്ട് ഫേസ് ചെയ്യാതെ അതിനകത്തുനിന്ന് ഒഴിവായി നടന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രശ്നത്തിനെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് അന്ന് ബാക്കി സമയം ഞങ്ങൾ സംസാരിച്ചത്. അപ്പൊ പറഞ്ഞ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ബിസിനസ് നന്നായിട്ട് പോകും, മകൻ അതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരും. ഇപ്പോൾ ഈ ഒരു കെണിയിൽ നിന്ന്, അതല്ലെങ്കിൽ ഈ ചക്രത്തിൽ നിന്ന് നിങ്ങളൊന്ന് പുറത്ത് കിടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പം ഉണ്ടാവില്ല, ബിസിനസ്സുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്, ഇയാളുടെ ഇൻട്രൂഡർ ഇവിടെ ഉണ്ടാവില്ല, അതല്ലെങ്കിൽ അയാളുടെ ഈ പാർട്ട്ണറെ ഇടയിലേക്ക് വന്നു ചേർന്ന മൂന്നാമതായ മനുഷ്യനെ നിങ്ങൾക്ക് കാണേണ്ട കാര്യമില്ല, നിങ്ങൾ ആരോടും പിണങ്ങേണ്ടയും കാര്യമില്ല, നിങ്ങളിതെല്ലാം നിങ്ങൾക്ക് ശരിയായി വരും. അങ്ങനെ ഒരു കുറെ സമയം അന്നത്തെ ദിവസം ഈ ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് സംസാരിച്ച്, അപ്പോഴാണ് ഇയാളുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളും എല്ലാവരും അറിഞ്ഞത്. എന്താണേലും ഞാൻ ഇയാൾക്ക് ഒരു മരുന്ന് കൊടുത്തിട്ട് അന്നേരം കൊടുത്ത മെഡിസിൻ ശരിക്കും കടുത്ത ക്ഷീണവും, ഞാൻ 2 ദിവസം കൊളസ്ട്രോളിനുമാണ് കൊടുത്തത്. ലിവറിന്റെ ഒരു ഇതുകൊണ്ട് കൊളസ്ട്രോൾ 200 2 ഡോസ് ഒരു ദിവസം വന്ന് രാത്രിയിലും പിറ്റേന്ന് രാവിലെ കൊടുക്കാൻ. പിന്നെ അതിനോടൊപ്പം ചൈന ഈ ടാപ്പിംഗ് നടത്തി, പാരന്റിസിസ് ടാപ്പിംഗ് നടത്തിയത് കൊണ്ട് ഇയാൾക്ക് കടുത്ത ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ചൈന 30th പൊട്ടൻസി അതൊരു ഫ്രീക്വന്റ് ആയിട്ട് 2 നേരവും കൊടുത്ത് വിട്ടു. ഞാൻ അവരോട് പറഞ്ഞത്, ഈ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് 2-3 ദിവസം കൊണ്ട് ഡിസ്ട്രെസ് ഉണ്ടാകുന്ന കടുത്ത വേദന ഉണ്ടാവും, വയറങ്ങ് വല്ലാതെ വീട്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാപ്പിംഗ് നടത്തണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പം ഇത് ഉണ്ടാകുന്നതിന്റെ റേറ്റ് കുറയും. നേരത്തെ എന്ന് പറയുമ്പോൾ 3 ദിവസം കൂടുമ്പോൾ ടാപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു ഇതുകൊണ്ട്. അപ്പൊ പുള്ളിയോട് ഞാൻ അയാൾക്ക് ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്തിട്ട് വിളിക്കാൻ പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അളവ് കുറവുണ്ട്, അത് അസൈറ്റിസ് ഉണ്ടാകുന്നതിന് കുറവുണ്ട്, പക്ഷെ ഉണ്ടായിട്ടുണ്ട്. 3-ാമത്തെയോ 4-ാമത്തെ ദിവസം ആയപ്പോഴത്തേനും
കനത്ത വേദനയും വിഷമവും ഉണ്ടായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ പോയിട്ട് ടാപ്പ് ചെയ്യുക, പക്ഷെ 50% മാത്രം ടാപ്പ് ചെയ്യുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി. ചില ദിവസങ്ങളിലൊക്കെ വയറിനകത്തുനിന്ന് ഫുള്ളായിട്ട് എടുക്കുന്നത് 5-6 ലിറ്റർ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. 5-6 ലിറ്റർ ഫ്ലൂയിഡ് എടുക്കുമ്പോഴത്തേനും ഇയാൾക്ക് ഭയങ്കരമായ അങ്ങ് ബോധം കെട്ടി പോകുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ പകുതി അങ്ങനെ പറഞ്ഞാണ് ഞാൻ വിട്ടത്. അതിനുശേഷം എന്നെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് 4 ദിവസം 5 ദിവസം മുമ്പാണ്. പുള്ളി പറഞ്ഞു, ക്ഷീണത്തിന് കുറവുണ്ട്, ഇത് ഉണ്ടാകുന്നതിന് കുറവുണ്ട്, പക്ഷെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ പറഞ്ഞു വിട്ടു. അപ്പം ഇനി ഇപ്പൊ അയാൾ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ ബ്ലീഡിങ്ങും കുറഞ്ഞു. നേരത്തെ ബ്ലീഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പം ഈ 2 കാര്യങ്ങളുടെയും കാരണമായ ടെറിട്ടോറിയൽ ത്രെട്ട്, അവരുടെ അതിർത്തിയിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നുകയറ്റം. ടെറിട്ടോറിയൽ ത്രെട്ട് എന്ന കൺഫ്ലിക്റ്റും സ്റ്റാർവേഷൻ കൺഫ്ലിക്റ്റും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് എന്നും അത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞതാണ് അയാളുടെ മനസ്സിലുണ്ടാക്കിയ മാറ്റം. ആ മാറ്റം മൂലമാണ് ശരിക്കും പുള്ളിക്ക് ഒരു ചേഞ്ച് ഉണ്ടായത്. അപ്പൊ ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ആ വ്യക്തിക്ക് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഏറ്റവും റീസെന്റ് കേസ് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. കാരണം അവർ വിളിക്കും. ഇനി അതല്ല ഇനി പത്രവാർത്തയാണ് കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം മോശപ്പെട്ട ഒരു കേസായി പോയി. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വഷളാകുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ നമുക്ക് ലിവർ കംപ്ലൈന്റ്, ലിവർ സിറോസിസ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലൈന്റുകളെല്ലാം ഉണ്ടാകാനുള്ള ഒരു കാരണം. അപ്പൊ ഈ ഒരു പ്രശ്നം മറ്റുള്ളവരോട് പറഞ്ഞ് അവർക്ക് അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ കാര്യം ഈ വ്യക്തിക്ക് മനസ്സിലാവുകയും ചെയ്തു. മനസ്സിലായത് കൊണ്ടാണ് ബ്ലീഡിങ് കുറഞ്ഞതും അസൈറ്റിസിന്റെ അളവ് കുറഞ്ഞതും. പക്ഷെ എന്നാലും അതൊരു കുറേ ദിവസങ്ങൾ കൊണ്ട് മാത്രമേ ശരിയാവുകയുള്ളൂ. ഏതെങ്കിലും രീതിയിൽ ശരിയാകുമെങ്കിൽ, ഒരിക്കലും ഒരു കറക്റ്റ് മെഡിസിനിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് ഒരു വിഷമകരമായ കാര്യമാണ്. ഒരു റൂബ്രിക്കിലേക്ക് എത്തുന്നതിനോ അതല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നതിനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ വ്യക്തിയുടെ രോഗത്തിൽ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം. ഞാൻ കൊടുത്ത മെഡിസിൻസ് ഇതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇനി രണ്ടാമതൊരിക്കൽ എന്നെ ഫോൺ ചെയ്തതേ ഉള്ളൂ. രണ്ടാമതൊരിക്കൽ കൂടി കൊടുക്കുമ്പം ഇനി എന്താണ് എന്ന് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും സീരിയസ് ആയ ഒരു രോഗങ്ങൾ പോലും നമുക്ക് ഈ ഒരു ആശയത്തിന്റെ പിൻബലത്താൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനിയിപ്പം ഇത് വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ പറയാം. എന്നാ കാര്യത്തിനാണ് ഇപ്പൊ GSK പഠിക്കുന്നത്? ഒരു കറക്റ്റ് ഹോമിയോപ്പതി മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറുമായിരുന്നല്ലോ, അല്ലെങ്കിൽ മാറുകയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. പക്ഷെ അത് പലപ്പോഴും അത്ര എളുപ്പമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. സാറ് നമുക്കേ ഇതിനകത്തുനിന്ന് ഏതാ റൂബ്രിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നേ? ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറെ, എനിക്കതൊന്നും സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തെത്തിയ ഒരു വ്യക്തി ശരിക്കും വളരെയധികം എന്താ പറയണ്ടേ, പതോളജിക്കൽ ചേഞ്ചസ് അത്രമാത്രം വലുതായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഒരു 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 റൂബ്രിക് സെലക്ഷനിലേക്ക് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞാൽ അതാണ്. ശരിക്കും സാറേ അങ്ങേർക്ക് സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞ ഫിയർ ഓഫ്, ശരിക്കും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലേ വന്നത്? അത് തന്നെയാണ്. ഡെലൂഷനിൽ വരുമായിരിക്കും അല്ലേ സാറേ? അതെ, അത് ഡെല്യൂഷനിൽ തന്നെയാണ്. ഡെല്യൂഷനിൽ പുവറോ ഡെല്യൂഷൻ ഇൻസെക്യൂരിറ്റിയോ പല ഇതും വരാം. പക്ഷെ ഞാൻ ആ ഒരു ലെവലിലേക്ക് എന്നാലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമുക്ക് ചില രോഗികൾ നമ്മുടെ മുന്നിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനത്തെ ഒരവസ്ഥ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? ചില ആൾക്കാരെങ്കിലും. അതെ ഡോക്ടർ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതേ. അതെ. ശരിക്കും ഇവര് ഏകദേശം
അതല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എന്നൊരു സംഭവമാണ് കിടക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ പുള്ളി ഹെൽത്തി ആയിട്ട് വരണം. കാരണം അതിനുള്ള ഒരു സാഹചര്യവും നിലവിലില്ലായിരുന്നു. എന്താണേലും കൊടുത്ത മെഡിസിൻ ഇതാണ്, ഞാൻ പറഞ്ഞല്ലോ, ചൈന. അവിടെ കൂടുതലൊന്നും ഞാൻ ആലോചിച്ചില്ല. ലോസ് ഓഫ് വൈറ്റൽ ഫ്ലൂയിഡ് എയിൽമെന്റ്സ്, അതിനോടൊപ്പമാണ് കൊളസ്ട്രോളിനും കൊടുത്തത്. പക്ഷെ അതുകൊണ്ടാണ് ഈ മാറ്റം വന്നതെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ ഇപ്പം ഇത്തവണത്തെ ക്ലാസ്സിനകത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സുകളായ കുറച്ച് പേരുണ്ട്. ഡോക്ടർ സുരേഷ് ബി ഉണ്ട്, ഡോക്ടർ തമ്പി ഉണ്ട്, ഡോക്ടർ രമാദേവിയും അമ്മയുണ്ട്. കണ്ടായിരുന്നു. പിന്നെ ഗോപിനാഥ് ഡോക്ടർ ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഡോക്ടർ ഹരികുമാർ, കുറച്ച് ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. എനിവേ നമുക്കെന്നാ ഇപ്പം അടുത്ത ഇതിലേക്ക് പോകാം അല്ലേ? ശരി സാറേ. സാറേ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഹലോ. ആയിക്കോട്ടെ. പിന്നെ ഇതില് സാധാരണ നമ്മൾ ഈ ഹെമറോയിഡ് വരുന്നത് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ കൊണ്ട്, നമ്മൾ ബാക്ക് പ്രഷർ കൊണ്ട്, പിന്നെ ഈസോഫാഗൽ വാരിസിസ് പോലെ, പിന്നെ വേനൽ കനാലിലെ വെയിൻസ് ബ്ലീഡ് ചെയ്യാം. അത് മോഡേൺ പത്തോളജി അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ സാർ അതിന്റെ കൺഫ്ലിക്റ്റ് എങ്ങനെയാണ് അതിനെ കണക്ട് ചെയ്ത് പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കി തരാമോ? കൺഫ്ലിക്റ്റ് ഉണ്ടായത് ശരിക്കും ടെറിറ്റോറിയൽ ആങ്കർ, ടെറിറ്റോറിയൽ ഇഷ്യൂ, ടെറിറ്റോറിയൽ കൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മേഖലയായ ആ ബിസിനസ്സിലേക്ക്, ഇവർ രണ്ടുപേരുണ്ടായ ആ ബിസിനസ്സിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നുകയറ്റം, അതാണ് ടെറിറ്ററി. ഇവരുടെ ടെറിറ്ററി കടന്നു കയറി. പക്ഷെ ഒരു ടെറിറ്റോറിയൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റൈറ്റ് ഹാൻഡഡ് പേഴ്സൺസിൽ, സാധാരണ സ്ത്രീകളിലാണ് പൈൽസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇയാളിൽ അത് പുരുഷനായ ഇയാളിലും പൈൽസ് ആണ് ഉണ്ടായത്. അത് ടെറിറ്റോറിയൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പൈൽസ് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഗോൾ ബ്ലാഡർ, ഡുവോഡിനം, ജെജുനം എന്നീ പറഞ്ഞ ആ ഏരിയയിലും ടെറിറ്റോറിയൽ ത്രെട്ട് വരുന്ന സമയത്ത് ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇയാളിൽ ഉണ്ടായത് പൈൽസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ വിഷയം ഉണ്ട് താനും. ഇവരുടെ ടെറിട്ടറിയിലേക്ക് മൂന്നാമതൊരാളുടെ കടന്നുകയറ്റം വല്ലാതെ ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ എടുത്തത്. സാറേ, ടെറിട്ടോറിയൽ ത്രെട്ട് എന്ന് പറയുമ്പോൾ അത് ടെറിട്ടോറിയൽ ഫിയർ അല്ലല്ലോ അല്ലേ? ഫിയർ ആകുമ്പോൾ പൾമണറി ടിഷ്യൂലാണെന്നാണല്ലോ. ടെറിട്ടോറിയൽ ശരിക്കും ടെറിട്ടറിയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ 3 തരത്തിലാണ് കാണുന്നത്: ടെറിട്ടോറിയൽ ത്രെട്ട്, ടെറിട്ടോറിയൽ ആങ്കർ, ടെറിട്ടോറിയൽ ലോസ്. ഓക്കെ. ടെറിട്ടോറിയൽ ലോസും ഉണ്ടാകാം. അപ്പൊ ഇവിടെ ശരിക്കും ടെറിട്ടോറിയൽ ലോസ് ഉണ്ടായി കഴിഞ്ഞ ആൾക്കാരിൽ പലപ്പോഴും രോഗങ്ങൾ വരുന്നതാണ്. കൊറോണറി ആർട്ടറീസിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും റൈറ്റ് ഹാൻഡഡ് പേഴ്സൺസിലെ കൊറോണറി ആർട്ടറിയിലെ, അതായത് ഹാർട്ട് അറ്റാക്ക് എന്നത് ടെറിട്ടോറിയൽ ലോസിന്റെ ഫലമായിക്കൊണ്ടാണ് പല വ്യക്തികളിൽ ഉണ്ടാകുന്നത്. പക്ഷെ അത് എവിടെ ഉണ്ടാകണമെന്ന്, കൺഫ്ലിക്റ്റ് എത്രമാത്രം ശക്തിയിലാണ്, എത്രമാത്രം ആഴത്തിലാണ് വ്യക്തിയിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വരുന്നത്. അപ്പൊ ചില ആൾക്കാരിൽ അത് കൊറോണറി ലോസ് ഓഫ് കൊറോണറി ആർട്ടറിയുടെ ഇൻഡിമ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് വളരെ ദീർഘകാലത്തേനാണ് നഷ്ടപ്പെടൽ നടക്കുന്നതെങ്കിൽ പിന്നെ അതിന്റെ കൺഫ്ലിക്റ്റ് ഹീലിംഗ് സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദർ ഈസ് ഹീലിംഗ് ഒക്കർ, നമുക്ക് എന്താ പറയുന്നത്, റിസൊല്യൂഷൻ ഉണ്ടായാൽ, പ്രത്യേകിച്ചും കൊറോണറി ആർട്ടറിയിൽ വിഷയം ഉണ്ടായാൽ 9 മാസത്തിന് ശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഫെയ്റ്റൽ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഉണ്ടാകുക. ഒരിക്കലും ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതാണ് നമ്മൾ പലപ്പോഴും പല കേസുകളിലും കാണുന്നത്. ദീർഘനാള് ചില പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്നതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നവരിൽ ഈവൻ ഒരു കൊറോണറി ഇന്റൻസീവ് യൂണിറ്റിൽ പോലും അവരെ രക്ഷിക്കാൻ കഴിയാറില്ല. അതിൽ താഴെയുള്ള ചെറിയ കാലത്തേലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ മൈൽഡ് ആയിട്ടുള്ള അറ്റാക്കായിട്ട് മാറി വന്നത്. അപ്പം കൊറോണറി ആർട്ടറി എന്നത് നമുക്ക് വിളിക്കുന്നതിന് പകരം എക്ടോഡെർമൽ ലോസ് ആണ് അവിടെ വരുന്നത്. എക്ടോഡെർമൽ സെൽ ലോസ്. അത് നമ്മൾ 3ാമത്തെ നിയമമാണ് ഈ GSKയുടെ ജൈവിക നിയമങ്ങളിൽ, ബയോളജിക്കൽ ലോ ഓഫ് നേച്ചറിൽ ഫസ്റ്റ് ലോ ആയ കൺഫ്ലിക്റ്റ്
സെക്കൻഡ് ലോ ഡിഫറെന്റ് ഫേസ് ഓഫ് ഡിസീസ്, 2 ഫേസ് ഓഫ് ഡിസീസ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് ജേം ലെയർ, അതായത് ഏത് വ്യക്തിക്ക് ഏത് ജേം ലെയറിലാണോ ബാധിക്കുന്നത് ആ ജേം ലെയറിന് പ്രത്യേകതകളുണ്ട്. അതനുസരിച്ചിട്ടാണ് അവിടെ രോഗം ഉണ്ടാകുന്നത്. എക്ടോഡേമിൽ ബാധിക്കുന്ന പോലെയല്ല എൻഡോമിഡേമിൽ ബാധിക്കുന്നത്, അതുപോലെയല്ല മീസോഡേമിൽ ബാധിക്കുന്നത്. എക്ടോഡേമിൽ എപ്പോഴും കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ സെൽ ലോസ് ആണ്. അവിടെ എവിടെയെല്ലാം എക്ടോഡേം ഉണ്ടോ അവിടെയെല്ലാം സെൽ ലോസ് വരുവാണ്. ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയർ എന്നാണ് മൂന്നാമത്തെ ലോയുടെ പേര്. അത് ഞാൻ പറഞ്ഞ് കുളവാക്കാതിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ വർഗീസ് ഡോക്ടർ അതിനെപ്പറ്റി വിശദമായിട്ട് പറയും. കാരണം 2 ക്ലാസ് ഡോക്ടർ വർഗീസ് എടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്ലാസ് ഇനി വരാൻ പോകുന്നത് ഓണ്ടോജനിക് സിസ്റ്റം ഓഫ് ജേം ലെയേഴ്സ് എന്ന ഈ മൂന്നാമത്തെ നിയമമാണ്. ഓരോ നിയമങ്ങളും ഈ വിഷയത്തിൽ നമ്മുടെ GSK അറിവ്, ഏത് വ്യക്തിയിൽ ഏത് രോഗം ഉണ്ടായാലും ഈ നിയമങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഇപ്പം നമുക്ക് ഹോമിയോപ്പതിയിൽ നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻസിനകത്ത് ലോ ഓഫ് സിമിലാർ, ലോ ഓഫ് സിംപ്ലക്സ്, ലോ ഓഫ് സിംഗിൾ, ഡോക്ട്രിൻ ഓഫ് വൈറ്റൽ ഫോഴ്സ്, ഡോക്ട്രിൻ ഓഫ് ഡൈനമൈസേഷൻ, ഇതെല്ലാം ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ആ നിയമങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിക്കാതിരിക്കുന്നത് കൊണ്ടാകാം നമുക്കും പലപ്പോഴും ആക്ഷൻ കിട്ടാതിരിക്കുന്നത്. പക്ഷെ GSKയിലും ഇതേ രീതിയിലുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ ഡോക്ടർ ആന്റണി അല്ലേ? അതെ. ഓക്കെ സാർ, ക്ലിയർ. താങ്ക് യു. ഓക്കെ. അനിത, can we continue? Yes, sir. Okay. സോ ഇപ്പം ഇവിടെ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും നിയമങ്ങളുണ്ട്. നിയമങ്ങളെ പറ്റി എല്ലാവരും പറയേണ്ടതുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകൾ വരുമ്പോഴൊക്കെ നമുക്കിപ്പോൾ 2-3 നിയമങ്ങൾ നമുക്കിപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത നിയമങ്ങളും നമുക്ക് മനസ്സിലായി വരും. ശരിക്കും ഇതിന്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രെയിനിനെ പറ്റിയുള്ള അറിവാണ് നമുക്ക് ഉണ്ടാകുന്നത്. ബ്രെയിൻ നമുക്ക് നമ്മുടെ ഹോമിയോപ്പതി പഠിത്തകാലത്തോ അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ബ്രെയിനിനെ പറ്റിയുള്ള അറിവ് അത് ന്യൂറോളജിസ്റ്റിന് മാത്രം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ന്യൂറോളജിസ്റ്റുകൾ അല്ലാത്ത ഡോക്ടർമാർക്കൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലോ അല്ലെ കുറച്ച് കാലഘട്ടത്തിലോ മാത്രം ബ്രെയിൻ, അതിന്റെ കൺട്രോൾ സെന്റേഴ്സ്, അതിന്റെ ഫങ്ഷൻസ് ബാക്കിയെല്ലാം ന്യൂറോളജിസ്റ്റിന്റെ കയ്യിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഇതങ്ങ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ബ്രെയിനിന്റെ ഒരു നമ്മുടെ കൺട്രോൾ സെന്റർ CPU ഇല്ലെങ്കിൽ മോണിറ്ററിൽ എന്താണുള്ളത്? അപ്പൊ നമ്മൾ മോണിറ്ററിന്റെ പ്രശ്നം മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ബോഡിയുടെ പ്രശ്നം മാത്രം. കൺട്രോൾ സെന്ററിന്റെ പ്രശ്നമോ സൈക്കിന്റെ പ്രശ്നമോ നോക്കിയില്ല. പലപ്പോഴും ഹോമിയോപ്പതിയിൽ സൈക്കിന്റെ പ്രശ്നവും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ സൈക്കിൽ നമ്മൾ മെന്റൽ സിംറ്റംസ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. പക്ഷെ ശരിക്കും മെന്റൽ സിംറ്റം അല്ല. ഒരു കൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി എങ്ങനെ കൺഫ്ലിക്റ്റിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ദ റിയാക്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് ടുവേഴ്സ് ദ കൺഫ്ലിക്ട്സ്. പറഞ്ഞാൽ കൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് ഡൈനാമിക് ഡിറേഞ്ച്മെന്റിന് കാരണമാകുന്ന പ്രശ്നങ്ങൾ, വൈറ്റൽ ഫോഴ്സിന്റെ ഡൈനാമിക് ഡിറേഞ്ച്മെന്റിന് കാരണമാകുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ ഒരു വഴക്കുണ്ടാക്കലാകാം, സ്കോൾഡിങ് ആകാം, പണിഷ്മെന്റ് ആകാം, ചീത്ത പറയുന്നതാകാം, അബ്യൂസ് ആകാം, പലതരത്തിലുള്ള കാര്യങ്ങളാകാം. ഈ കാര്യങ്ങളോട് വ്യക്തിയുടെ റിയാക്ഷൻ, അതിനെ നമ്മൾ മയാസം ആയിട്ടും നമ്മൾ അതിനെയാണ് എടുക്കുന്നത്. ആ റിയാക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആ റിയാക്ഷൻസ് പലപ്പോഴും നമ്മൾ വ്യക്തികൾക്ക് പോലും അറിയത്തില്ല. പലപ്പോഴും വ്യക്തികൾ അറിയുന്നില്ല. ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ രോഗിയുടെ ഈ സിറോസിസ് ഓഫ് ദി ലിവർ വിത്ത് ബ്ലീഡിങ് വിത്ത് ഓൾ ദീസ് പ്രോബ്ലംസ്, പുള്ളിയുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഉണ്ടായ പ്രശ്നത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്ന് പുള്ളിക്ക് അറിയത്തില്ല. അപ്പം അത് ഇവർ ചെന്നിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾക്കും ഇത് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവരെല്ലാം ഇത് ചിലപ്പോൾ കുടുംബപരമാകാം, അല്ലെ ജനിതകമാകാം, അതല്ലെങ്കിൽ അതാകാം, ഇതാകാം, വെറും ഹൈപ്പോത്തിസിസ് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഓർക്കണം, ഒരു മനുഷ്യൻ മരണത്തിലേക്ക് അടുക്കുകയാണ്. എന്നിട്ട് പോലും ഈ വ്യക്തിയുടെ പ്രോബ്ലം എന്താണെന്ന്, അല്ലെങ്കിൽ രോഗം എന്തുകൊണ്ടുണ്ടായി എന്തുണ്ടായി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, 100 കണക്കിന് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട്, അതല്ലെങ്കിൽ എന്തിന് എന്ന് ശരിക്കും 5ാമത്തെ നിയമമാണ് എന്തിന് എന്നുള്ളത്. ദ കണ്ടീഷൻസ് ഓഫ് ഡിസീസ്, ക്വിൻഡിസൻസ്,
അതായത് ഈ 4 നിയമങ്ങളും കൂടി ചേരുമ്പോൾ ഈ ചേഞ്ചസ്, അതായത് ബയോളജിക്കൽ കൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ശരീരം അതിനോട് പ്രതികരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്നും ഈ പ്രതികരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് എന്നും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ലളിതമായിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കയ്യിലൊരു തഴമ്പുണ്ടാകുന്നത് കൈ കട്ടിയായിപ്പോയി. ആദ്യമായിട്ട് തൂമ്പ പിടിച്ച ആൾക്ക് ആദ്യത്തെ ദിവസം തഴമ്പല്ല ഉണ്ടായത്, ആദ്യമേ അവിടെ ഒരു കൊമളയുണ്ടായി പൊട്ടി വേദന എടുത്ത് നാശകോശമായി. പിന്നെ തൂമ്പ പിടിക്കാൻ പറ്റില്ല. പക്ഷെ തൂമ്പ വീണ്ടും പിടിക്കേണ്ടതുണ്ട് എങ്കിൽ അയാളെ തൂമ്പ പിടിപ്പിക്കുന്നതിനായിട്ട്, പിന്നെ പൊട്ടാതിരിക്കുന്നതിനായിട്ട് കൈക്കകം ഹാർഡായിട്ട് മാറി പിന്നെ അയാൾക്ക് എത്ര വേണേലും കിളയ്ക്കാൻ പറ്റും. എന്തിനു? കിളച്ചെങ്കിൽ മാത്രമേ, അധ്വാനിച്ചെങ്കിൽ മാത്രമേ അയാൾക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ അയാളെ ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവിടെ ഉണ്ടായത്. ഇത് തന്നെയാണ് ഒരു ചുമട്ടുകാരന് ഉണ്ടാകുന്നത്. ആദ്യമേ ചുമടെടുക്കാൻ പോകുമ്പോൾ കഴുത്തിന് വേദന എടുത്തു, കൈക്ക് വേദന എടുത്തു, ഭയങ്കര വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര പ്രശ്നം. പക്ഷെ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് രണ്ടാമത്തെ ദിവസം വേറെ ഒന്നൊന്ന് കുളിച്ചിട്ട് അല്ലെങ്കിൽ ചൂട് വെച്ചിട്ട് വീണ്ടും പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ, അടുത്ത ദിവസവും ചുമടെടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസത്തെ അത്രയും വിഷമമില്ല രണ്ടാമത്തെ ദിവസം ഉണ്ടാകുക. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ അതിലും കുറയുന്നു, നാലാമത്തെ ദിവസം ഒട്ടുമില്ല. ഒരാഴ്ചയല്ല 2 ആഴ്ച കഴിയുമ്പോഴത്തേനും അയാളുടെ കൈകൾ കരുത്തുറ്റതായി മാറുന്നു. ഹൈപ്പർട്രോഫി പോലെ തന്നെ മസിൽസ് എല്ലാം വളരെ ശക്തമാകുന്നു, കഴുത്തിലെ മസിൽസ് ശക്തമാകുന്നു. ശരിക്കും അയാളെ അത് ചെയ്യുന്നതിനായി പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അയാളെ ചെയ്യുന്നതിനായി ശരീരം തന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെയാണ് രോഗങ്ങൾ, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ബയോളജിക്കൽ പ്രോഗ്രാംസ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും ഈ വ്യക്തിക്ക് ഒരു സംഘർഷ സമയത്ത്, അതല്ലെങ്കിൽ ബയോളജിക്കൽ കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, കൺഫ്ലിക്റ്റിനോട് അതല്ലെങ്കിൽ സംഘർഷങ്ങളോട് ശരിയായ രീതിയിൽ എതിരിടുന്നതിനുള്ള സഹായമാണ് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ആ സഹായം എന്ന് പറയുന്നത് ചിലപ്പോൾ ചില സെല്ലുകളെ നശിപ്പിച്ചിട്ട് പുതിയ സെല്ലുകൾ ഉണ്ടാകുന്നതായിരിക്കും, അതല്ലെങ്കിൽ ഉള്ള സെല്ലുകളെ കൂട്ടിയിടുന്നതായിരിക്കും. എൻഡോഡെർമൽ സെൽസുകളിലെല്ലാം അങ്ങനെയാണ്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം എൻഡോഡെർമ ഉണ്ടോ, എൻഡോഡേം എവിടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ കൺഫ്ലിക്റ്റ് ആക്റ്റീവ് ഫേസിൽ അത് എക്സ്ട്രാ സെല്ലുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ മുഴയെന്ന് വിളിക്കും. മുഴ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എവിടെ മുഴയുണ്ടായാലും അതെല്ലാം എൻഡോഡെർമൽ സെൽസ് ആയിരിക്കും. നമ്മൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോപ്സി എടുക്കാമോ, കുടലിനകത്തുനിന്ന് ഒരു മുറിച്ചെടുത്തിട്ടുണ്ട്, ബയോപ്സി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഡിനോമയാണ്, അല്ലെ അഡിനോകാർസിനോമയാണ്, അതല്ലാതെ ഒന്നുമില്ല. അത് ബയോപ്സി നോക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതേസമയം അവിടെ എക്ടോഡേം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ എക്ടോഡേമൽ സെൽസ് ആയിരിക്കും ഉണ്ടാകുക. പലപ്പോഴും എൻ്റെ അടുത്ത് ചില കേസുകൾ വന്നിട്ടുള്ളപ്പം ബയോപ്സിക്ക് മുമ്പ് തന്നെ ഇത് അഡിനോകാർസിനോമയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അഡിനോമയോ ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ അഡിനോകാർസിനോമയോ ഉണ്ടാകുകയുള്ളൂ. എൻഡോഡേം അവിടെ ഉണ്ടാകുന്ന സെല്ലുകളെ നശിപ്പിച്ച് കളയുന്നത് നെക്സ്റ്റ് സ്റ്റേജിലാണ്. അത് നിയമങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അടുത്ത ദിവസം പറയാം. ഞാൻ രണ്ടാമത്തെ കേസിലേക്ക് 9:40 നമ്മൾ ഉദ്ദേശിച്ചതിനെ കഴിഞ്ഞും കൂടുതലായി പോയി, സംസാരിച്ചത് ഇച്ചിരി എക്സ്ട്രാ വന്നു പോയി. അടുത്ത ഒരു കേസും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇന്ന് ഇതിന്റെ ബാക്കി കുറച്ചുകൂടെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. എങ്ങനെയുണ്ട് അനിത ഡോക്ടറെ? ഒരു കേസ് കൂടെ പറയണോ അതോ? Okay, we can come on, next, go on to the next case. ഒരു ലേഡി എൻ്റെ അടുത്ത് വന്ന 55 വയസ്സുള്ള ലേഡി. അവർക്ക് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഓട്ടോഇമ്യൂൺ തൈറോയിഡ് രോഗം ഉണ്ടായിരുന്നു, ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ട്, ബോഡി പെയിൻ, പിന്നെ അതുപോലെ തന്നെ ശരീരം മുഴുവൻ വേദന, ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഒരു വൺ സൈഡഡ് വീക്ക്നെസ്, റൈറ്റ് സൈഡ് മുഴുവൻ വീക്കാണ് അവരുടെ, വലതുവശം കംപ്ലീറ്റ്, കൈക്കും കാലിനും എല്ലാം ശക്തിക്കുറവ്. അപ്പൊ ഇവരൊരു രോഗി എന്നുള്ള ഒരു പട്ടം അടിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവര് വർഷങ്ങളായിട്ട് ഈ മെഡിസിൻസുകൾ കഴിക്കുന്നുണ്ട്. ഏകദേശം 15 കൊല്ലത്തോളമായിട്ട് മരുന്ന് കഴിക്കുന്നു. ഈ 15 വർഷത്തിൽ ആദ്യത്തെ 8-10 വർഷം അലോപ്പതി മരുന്നും കഴിച്ചു. പിന്നെ 2-3 വർഷം ഹോമിയോപ്പതി മെഡിസിൻ കഴിച്ചു. ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ കുറച്ച് റിസർച്ച് സെന്ററിൽ നിന്നായിരുന്നു മരുന്ന്. അവിടെ അപ്പോൾ അവിടെ പോകാനുള്ള വിഷമം, അവിടെ ചെന്നിട്ട് കുറവുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് രോഗം മാറുന്നില്ല.
പിന്നെ അവർക്ക് അവിടെ പോകാനും രാവിലെ റിസർച്ച് സെന്ററിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്കറിയാം അവിടെ 5 മണിക്ക് ചെല്ലണം ചീട്ടെടുക്കാൻ ഭയങ്കര തിരക്കാണ്. ആൾക്കാരൊക്കെ ധാരാളമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ട്. ഇവരുടെ വീട് പൊൻകുന്നത്തുള്ളതാണ്. ശരിക്കും ഇവർ ഹൈ റേഞ്ചിൽ കമ്പംമെട്ടിലുള്ള ആൾക്കാരാണ്. കമ്പംമെട്ടിൽ നിന്നും മക്കളുണ്ടായപ്പോൾ ഇവർ നാട്ടിലേക്ക് പോകുന്നു. കുട്ടികൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് അവിടുത്തെ വീടെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയും ഭർത്താവും കൂടി നാട്ടിലേക്ക് പൊൻകുന്നത്തെ ഒരു സ്ഥലത്തിലേക്ക് ജീവിക്കാൻ വന്നു. അത് ഏകദേശം 25-30 വർഷം മുമ്പാണ്. അവരുടെ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ്. അവർക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ 30 വയസ്സും ഒരാൾ 26 വയസ്സും. മൂത്തയാൾ എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ആളും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. മൂത്തയാള് എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു ചെറിയ ഒരു കടയിലൊരു സെയിൽസ്മാൻ ആയിട്ട് നിൽക്കുന്നു. ഇവര് മാത്രം പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് വയ്യ എന്നുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇവർക്കുള്ളത്. പക്ഷെ ഇവരുടെ വയ്യായിക എന്ന് പറയുന്നത് ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് ആദ്യമേ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡർ ആണുള്ളത്. അതിനോടൊപ്പം തൈറോയിഡ് ഡിസോർഡർ, തൈറോയിഡിന്റെ പ്രശ്നം ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, അതിനോടൊപ്പം എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും രോഗങ്ങളുണ്ടായി. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ മീസോഡിയമാണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യത്തെ ദിവസം ഇവരോട് കേസൊക്കെ എടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് രോഗമൊന്നും അധികം ഇല്ലല്ലോ. കാരണം അത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വയ്യ എന്ന് പറയുന്ന ആള് ഹൈ റേഞ്ചിൽ പോയാൽ ഒരാഴ്ച നിന്ന് അവിടുത്തെ അവരുടെ പറമ്പിൽ ഇവര് ഏലത്തിനും കുരുമുളകിനും ഒക്കെ ഭയങ്കര പണിയും. രാവിലെ മുതൽ വൈകുന്നേരം പണിതിട്ട് ഇവിടുന്ന് ബസ്സിന് കയറി അവിടെ ചെന്ന് ജോലിയും കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇവര് ഭാര്യയും ഭർത്താവും തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് അസുഖമാണ്. അതങ്ങനെ പോയിട്ട് ഇപ്പം റീസെന്റ് ആയിട്ടൊന്നും പോകുന്നില്ല. അവരുടെ സ്ഥലമെല്ലാം ഏകദേശം ഉപേക്ഷിക്കപ്പെട്ട പോലെയായി. പക്ഷെ രോഗം മാറിയില്ല. അപ്പം ഇവർക്ക് സെൽഫ് ഡിവാലുവേഷൻ എന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ കൊണ്ട് ഈ ഒന്നിനും കൊള്ളിയല്ല, ശരിയായില്ല. ഞാൻ കുറെ സമയമെടുത്തു, കുറെ ബുദ്ധിമുട്ടിയാണ്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ വളരെ വിജയിച്ച ഒരാളാണ് എന്ന കാര്യം അങ്ങനെ അവരുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് മാറാനുള്ള തീരുമാനം എടുത്തത് എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ്. അത് ശരിയായി. 2 പേർക്കും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും അവർ ജോലിയുമായി. അപ്പൊ അവരെന്തിനായിട്ടാണോ വന്നത് ആ കാര്യത്തിൽ അവര് വിജയിച്ചു. പക്ഷെ അവര് അതങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവിടെ അതിനുശേഷം അവര് ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചു, ഒരു വീടും ഒക്കെ ഉണ്ടാക്കി. എല്ലാം നടന്നു. പക്ഷെ ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കുമോ? അതായത് ഇവരുടെ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എന്നെ കൊണ്ട് സാധ്യമാകുമോ എന്നുള്ള ഒരു സംശയത്താൽ ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദ മോർസൽ. അതാണ് തൈറോയിഡ് കംപ്ലൈന്റിന്റെ പ്രശ്നം. അതായത് മോർസൽ കൺഫ്ലിക്റ്റ് ആണുള്ളത്. അതായത് പരീക്ഷ എഴുതാൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പരീക്ഷയൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് എനിക്കിത് കിട്ടുമോ, അല്ലെങ്കിൽ മത്സര പരീക്ഷയിൽ ഞാൻ വിജയിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ഇതിന് മാത്രം എനിക്ക് കഴിവില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് തൈറോയിഡിന് ഹൈപ്പോ തൈറോയിഡിസം എന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം അല്ല. ഹൈപ്പോ തൈറോയിഡിസം എന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TSHന്റെ ഇൻക്രീസ് ആണ്. ശരിക്കും TSH എന്തിനാണ് കൂടിയത്? കൂടുതൽ തൈറോയിഡ് ഹോർമോൺ പ്രവർത്തിച്ചിട്ട്, കൂടുതൽ വർക്ക് ചെയ്തിട്ട്, കൂടുതലായിട്ട് സ്പീഡ് ഉണ്ടാക്കിയെടുത്ത്, കൂടുതൽ പഠിച്ച്, കൂടുതലായി ഏൺ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ TSH കൂട്ടുന്നതാണ് യഥാർത്ഥത്തിൽ. TSH കൂടുമ്പോൾ നമ്മൾ പറയും തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ ആരോപിക്കുന്നു. അതല്ലേ ശരിക്കും? യഥാർത്ഥത്തിൽ TSH എന്ന് പറയുന്നത് നിശ്ചിത അളവിൽ കൂടുതലാകുമ്പോൾ ഈ വ്യക്തി മാനസികമായി ഞാൻ ഫാസ്റ്റ് അല്ല, ഐ ആം നോട്ട് ഫാസ്റ്റ് ഇനഫ് ടു ക്യാച്ച് ദ മോർസൽ. അതാണ് എൻ്റെ കൺഫ്ലിക്റ്റ്. മോർസൽ മീൻസ് ഭക്ഷണമാണ്. അപ്പോൾ അതിൽ സ്പീഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശരീരം അങ്ങ് ശ്രമിച്ചു. അപ്പോൾ പലപ്പോഴും TSH കൂടി കഴിയുമ്പോൾ ചില ആൾക്കാരിൽ എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി നൊഡുലാർ ഗോയിറ്റർ ഉണ്ടാവും.
തൈറോയിഡിന് സ്വെല്ലിങ് ഉണ്ടാകാം. അതുപോലെ ചിലപ്പോൾ നൊഡ്യൂൾസ് ഉണ്ടാകും. ചില ആൾക്കാരിൽ നൊഡ്യൂൾസ് ഉണ്ടായി കഴിഞ്ഞ് ഹീൽഡ് ആയി കഴിയുമ്പോൾ അവിടെ ഡീജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ നൊഡുലാർ ഗോയിറ്റർ, അപ്പോൾ അതൊരു സ്കാനിങ്ങിൽ കൂടി അവിടെയെല്ലാം സെൽ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്ത് പോയതായിട്ട് കാണാം. അവിടെ ഞാൻ ഈ വ്യക്തിയെ, ഈ സ്ത്രീയെ, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും വിജയിച്ച ഒരാളാണ് എന്ന് പറഞ്ഞു കൊടുത്തത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും അധികമായിട്ട് ഉണ്ടായില്ല. അത് ഒറ്റ പ്രാവശ്യം കൊണ്ടൊന്നും നടന്നില്ല, 2-3 തവണ കൊണ്ട്. എന്താണേലും ഒരു 3 മാസം മുമ്പ് 4 മാസം മുമ്പാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ കൃത്യമായ ഡേറ്റ് ഓർക്കുന്നില്ല. 3-4 പ്രാവശ്യം വന്നു. 1 മാസത്തേന് ഉള്ള മെഡിസിനും ഒക്കെ കൊടുക്കും. മെഡിസിനകത്ത് വലിയ പ്രസക്തി ഒന്നുമില്ല. പക്ഷെ ഞാൻ അവരിൽ ഈ ഒരു ആശയം നൽകുകയും ഇപ്പോൾ അവരാളാകെ മാറി. അവരുടെ മുഖം മാറി, അവരുടെ ശരീരത്തിന്റെ കളർ ചേഞ്ചസ് ഉണ്ടായി. അവർക്ക് ലെഫ്റ്റ് സൈഡില് പരോട്ടിഡ് ഫിസ്റ്റുല പോലെ പരോട്ടിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്തിരിപ്പാണ്. അവിടെയും നമ്മൾ പറഞ്ഞ മോർസൽ കൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു പാടുണ്ടായിരുന്നു. ആ പാട് മാറി. അവരുടെ റൈറ്റ് സൈഡിന്റെ വീക്ക്നെസ് മാറി. റൈറ്റ് സൈഡിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു പാർട്ട്ണർ സൈഡാണ്. അപ്പൊ ഇവിടെ ഇവരുദ്ദേശിക്കുന്ന പോലെ ഇയാളുടെ ഭർത്താവ് നേരിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല എന്നൊരു പരാതി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഒരു പരാതി മാത്രമായിരുന്നു. എന്താണെങ്കിലും ഒരു മെഡിസിൻ നൽകിയത് മറ്റൊന്നുമില്ല, സിപ്പിയാണ് ഞാൻ നൽകിയത്. മെലിഞ്ഞ് നെഗറ്റീവ്ലി പോസിറ്റീവ്, അതായിരുന്നു എനിക്ക് അവരെ ടോട്ടലായിട്ട് തോന്നിയ ഒരു ആശയം ഇതാണ്, നെഗറ്റീവ്ലി പോസിറ്റീവ്. എല്ലാ കാര്യവും നെഗറ്റീവായിട്ട് എടുക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികൾ അവർ എന്നോട് പറഞ്ഞു വരുവാണ്, എനിക്ക് ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടാണ്. പക്ഷെ പൊതുവെ ഒത്തിരി സ്ത്രീകൾ പറയുന്നതാണ് കഷ്ടപ്പാടാണ്, ജീവിതം മുഴുവൻ കഷ്ടപ്പാടാണ്. യഥാർത്ഥത്തിൽ ഈ കഷ്ടപ്പാടാണെന്ന് പറയുന്ന വ്യക്തികൾക്ക് ശരിക്കും കഷ്ടപ്പാട് തന്നെയായിരിക്കും. യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കഷ്ടപ്പാടെന്ന് പറയുന്നത് ശരിക്കും ഭക്ഷണം കഴിക്കാനില്ലാതെ നിർബന്ധമായ അടിമപ്പണി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, അല്ലെങ്കിൽ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ അടിമകളുടെ ഒരു സാഹചര്യമാണ്. പക്ഷെ പലപ്പോഴും കൂടുതൽ അധ്വാനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ഈ കഷ്ടപ്പാട് എന്നുള്ള ഒരു വാക്ക് പറയുന്നത് വഴിയായിട്ട് നിങ്ങൾ സ്വയം കഷ്ടപ്പാടിലേക്ക് പോവുകയാണ്. ചിലരത് ഉൾക്കൊള്ളാറുണ്ട്, ചിലർ ഉൾക്കൊള്ളുന്നില്ല. ഉൾക്കൊള്ളുന്നവർക്ക് അവരുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ സംതൃപ്തമായി സന്തോഷകരമായിട്ടിരിക്കുമ്പോൾ രോഗമാണ് മാറുന്നത്, അവരുടെ സാഹചര്യങ്ങളൊന്നും മാറുന്നില്ല. അവരുടെ സാഹചര്യങ്ങളുടെ ഒരു സമീപനത്തിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ആ സമീപനത്തിനുള്ള വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതിന് എനിക്ക് സാധിച്ചായിരുന്നു. അപ്പൊ ഈ വ്യക്തി ശരിക്കും 2-3 മാസങ്ങൾ കൊണ്ട് തൈറോയ്ഡ് നോർമലായി, ഈ പരോട്ടിഡ് സിസ്റ്റ് പോലെ ഉണ്ടായിരുന്നു അത് മാറി, വീക്ക്നെസ് മാറി, നടുവേദന മാറി. ലാസ്റ്റ് ഒരു അൾട്രാസൗണ്ട് ചെയ്യുന്നപ്പോൾ അവർക്ക് ഈ ഫൈബ്രോയിഡ് യൂട്രസ് ഉണ്ടായിരുന്നു, അതിന് വ്യത്യാസം വന്നു. പക്ഷെ ഫൈബ്രോയിഡ് യൂട്രസ് അല്ലെങ്കിൽ തന്നെ മെനപ്പോസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കുറയുന്നതാണ്. പക്ഷെ ഇവരുടെ 5 വർഷം കഴിഞ്ഞിട്ടും കുറഞ്ഞിട്ടില്ല. അപ്പൊ അതെല്ലാം വ്യത്യാസം വന്നു. ഈ വ്യത്യാസം എല്ലാം വന്നത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് കാര്യമായി അവരെ കൊണ്ട് ഇതെല്ലാം സാധ്യമാണ് എന്നൊരു അറിവ് ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒരു പരിധിവരെയും അവർക്ക് ഈ പലപ്പോഴും ഒരു സിമിലിമത്തിലേക്ക് പോകാൻ, അതാണ് ഏറ്റവും വലിയ ഒരു റൂബ്രിക്ക് കണ്ടെത്തുക, റെപ്പർട്ടറൈസേഷൻ. ഇപ്പം അനിത ഡോക്ടർ ചോദിച്ചതുപോലെ തന്നെ എന്ത് റൂബ്രിക്കാണ് കണ്ടെത്തുക, പ്രത്യേകിച്ചും വ്യത്യസ്ത. ഇപ്പം നമുക്ക് നമ്മുടെ ഈ പലപ്പോഴും ഒരു ലോവർ മിഡിൽ ക്ലാസ് അതല്ലെങ്കിൽ ലോവർ ക്ലാസ് അവിടെ ആൾക്കാരെല്ലാം അവരുടെ ഒരു ശരിക്കും ദാരിദ്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യമില്ല. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് അവർ കാണുന്നത് അവരുടെ ഇല്ലായ്മയാണ്. അവരുടെ ശരിക്കും ചികിത്സിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അവരുടെ ഒരു രോഗത്തിനെ ചികിത്സിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവർ അടുത്ത രോഗവുമായിട്ട് വരും. ഒരിക്കലും തന്നെ അവരുടെ ആ ഒരു രോഗങ്ങളൊന്നും ഒരിക്കലും മാറാറില്ല. കാരണം അവരുടെ മനോഭാവമാണ്, അവരുടെ ഇല്ലായ്മ
യഥാർത്ഥത്തിൽ ഇല്ലായ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് സംതൃപ്തരല്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം അപ്പം യഥാർത്ഥത്തിൽ ഹോമിയോപ്പതിയിൽ വാട്ട് ഈസ് ടു ബി ക്യൂർഡ് ഇൻ ഡിസീസ് എന്നുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ക്യൂർ ആകേണ്ടത് എന്ന് പറയുന്നത് അവരുടെ ഈ മാനസികാവസ്ഥയാണ് ക്യൂർ ആകേണ്ടത്. ആ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വ്യത്യാസം വരുത്തുകയാണ് ശരിക്കും GSK അറിവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഹോമിയോപ്പതി മെഡിസിനും കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ GSKയുടെ ഒരു സെമിനാർ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന ആദ്യമായിട്ട് ഫസ്റ്റ് സെമിനാർ ആയിരുന്നു ഡോക്ടർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ ആഷർ ഷെയ്ഖിന്റെ ഒരു പൾമനറി ഹൈപ്പർ ടെൻഷൻ. എത്ര ഭംഗിയായിട്ടാണ്, എത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊരു കേസ് എന്നെ GSK പെർസ്പെക്റ്റീവിൽ കാണാൻ സാധിക്കുകയും അതിന് ഹോമിയോപ്പതിക്കലി റൂബ്രിക്കുകൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് മെഡിസിൻ നൽകി, വാനില എന്നൊരു മെഡിസിൻ നൽകി അവരുടെ ആർട്ടറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മാറ്റാൻ സാധിച്ചു. അത് നമ്മൾ കരുതുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു സംഭവമേ അല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞ ആ സിറോസിസ് ഓഫ് ദി ലിവറിലും നമുക്കതിന് മാറ്റം വന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടും മാറ്റം വന്നിട്ടില്ല. എന്നാൽ അടുത്ത ഒരു ദിവസങ്ങളിൽ അവർ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം 9:53 നമുക്ക് ധാരാളം കേസുകൾ ഇങ്ങനെ എടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ഒന്നും മെനക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേന് ഒന്ന് മെനക്കെടുക. ഞാൻ അതാണ് പറയുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടും. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ബുക്കുകളും അതല്ലേ ഒന്നും വേണ്ട, ഒരു ബുക്കും വേണ്ട. ഇപ്പൊ നമുക്ക് ചാറ്റ് ബോക്സിൽ AI വന്നതോടുകൂടി എന്ത് ചോദ്യവും നിങ്ങൾക്ക് ചോദിക്കാം. GNM ഒരാൾക്ക് നിങ്ങളുടെ അടുത്തെത്തുന്ന ഒരു രോഗിക്ക് ആ രോഗിയുടെ സിംറ്റത്തിന് എന്താണ് GNM കൺസെപ്റ്റ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതിന് മറുപടി പറയും. കുറച്ച് നാൾ പറയുമ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് ഒരാളെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കൺഫ്ലിക്റ്റ് ഹീലിംഗ് ഫേസിലാണെങ്കിൽ, ആക്റ്റീവ് ഫേസിലാണെങ്കിൽ അവരെ ഹീലിംഗ് ഫേസിലേക്ക് കൊണ്ടുപോവുക എന്നതും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഡോക്ടർ തമ്പി താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അനിത, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ വർഗീസ് ഇന്ന് താമസിച്ചാണ് വന്നത്. ഡോക്ടർ വർഗീസ് വന്നപ്പോഴത്തേന് ഞങ്ങളൊരു ഒരു കേസ്, ഒരു ബ്ലീഡിംഗ് പൈൽസ് വിത്ത് ഒരു സിറോസിസ് ഓഫ് അസൈറ്റിസ്, ഇറ്റ്സ് വെരി സീരിയസ് കേസ്. അതിനെപ്പറ്റി കുറച്ച് സംസാരിച്ചായിരുന്നു. അവർ വീണ്ടും ടാപ്പ് ചെയ്യാൻ പോയി. കാരണം ടാപ്പ് ചെയ്യാതിരിക്കാൻ പറ്റാത്ത അത്രയും വിഷമതകൾ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. പക്ഷെ കുറവുണ്ട്. നമ്മുടെ ഈ ചെറിയ ഈ ഗ്രൂപ്പിൽ ഡോക്ടർ വർഗീസ് ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഡോക്ടർ വർഗീസിന് എത്രമാത്രം അനിത ഡോക്ടറുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് ഇതിനെ എല്ലാവരെയും നമുക്ക് മുന്നോട്ട് നയിക്കുന്നത്. ശരിക്കും ഡോക്ടർ വർഗീസ് ഈ ഒരു സയൻസിനോട് കാണിക്കുന്ന ആ ഒരു അത് എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് കുറച്ചു കാലം കഴിയുമ്പോൾ, എനിക്ക് തോന്നുന്ന ഇനി വരാനിരിക്കുന്ന കാലഘട്ടം തീർച്ചയായിട്ടും GSKയിലാണ്. അത് മുൻകൂട്ടി അറിയാനുള്ള ഒരു വിഷൻ നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നതാണ്. വിജയാകർ സാറിന്റെ ആദ്യത്തെ സെമിനാർ എറണാകുളത്ത് നടന്നപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഓരോരുത്തരും എക്ടോഡയും പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു, എംബ്രിയോളജി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുകയും ഒക്കെ പോയി. അന്ന് ആ ബുക്ക് കണ്ടപ്പോഴാണ് ഇത് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് എത്രമാത്രം ഉപകാരപ്രദമാകുമെന്നുള്ള കാര്യം പിന്നെയല്ലേ ചരിത്രം പറഞ്ഞത്. അതുപോലെയാണ് GSK. സർ നമസ്കാരം. നമസ്കാരം. ആരാണ്? വീണ, ഡോക്ടർ വീണ അല്ലേ? സർ ഒന്ന് ഈ സെക്കൻഡ് കേസിൽ എന്ത് മെഡിസിനാ കൊടുത്തതെന്ന് പറയാമോ? സെപ്യ. സെപ്യ. ഓക്കെ.
അത് കേട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. നെഗറ്റീവ്ലി പോസിറ്റീവ് എന്നതായിരുന്നു അതിൻ്റെ ആശയം. ഇത് ശരിക്കും റൂബ്രിക് സെലക്ഷൻ വെച്ചിട്ടല്ല. നമ്മൾ വിജയകർ സാറിന്റെ ഈ ആശയത്തിനോടൊപ്പം തന്നെ വിദോൾക്കസിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഒരു ടോട്ടൽ കേസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു മെഡിസിൻ കൊടുക്കാൻ സാധിക്കും എന്നതാണ് വിദോൾക്കസിന്റെ എസൻസ് ഓഫ് മെറ്റീരിയൽ മെഡിക്കല് ഇത് പറയുന്നുണ്ട്. സമയം പോകുന്നു. താങ്ക് യു സർ, താങ്ക് യു, മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, സാറേ, കഴിഞ്ഞ ദിവസത്തെ നല്ല സെഷനായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചത്തെ സെഷന് ശരിക്കും നമുക്കത് മിസ് ചെയ്തവർക്ക് ഒരു വലിയ മിസ്സിങ് ആയിരുന്നു. ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ആകെപ്പാടെ ഒരു പ്രശ്നമുള്ളത് 9 വന്നിട്ട് 10 തീർന്നില്ല. ഡോക്ടർ അത് മുന്നോട്ട് കൊണ്ടുപോയി ഒത്തിരി. അവസാനം ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ പോയി. കാരണം ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു അന്ന്. ഇന്ന് പിന്നെ 9 തുടങ്ങിയതുകൊണ്ട് എല്ലാ പണിയും കഴിഞ്ഞ് ഇനി കയറി കിടന്ന് ഉറങ്ങാമല്ലോ. ഇന്ന് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഗ്രൂപ്പില് കുറച്ച് ഡോക്ടർമാരുണ്ട്. എന്റെ ബാച്ചിൽപ്പെട്ട കുറച്ച് ഡോക്ടർമാര് വന്നിട്ടുണ്ട് കേട്ടോ, അനിത ഡോക്ടറെ. അപ്പൊ ആർക്കും ഒന്നും ഇന്നത്തെ സെഷൻ. ശരി ശരി. അപ്പൊ ആർക്കും ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പം വരും കാലഘട്ടങ്ങളിൽ ഇതൊക്കെ വരട്ടെ. അതിനെക്കുറിച്ച് നോളജ് കൂടി വരുമ്പോ സംശയങ്ങൾ കൂടി വരും സാറേ. അത് മാത്രമല്ല, ശരിക്കും നമുക്കിത് ഇന്ന് ഞാൻ ഇച്ചിരി കൂടെ കുറച്ച് സംസാരിക്കണം. ഇന്ന് നമ്മുടെ ഈ മാനിയ ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രൈമറി ഡിപ്രഷൻ, പ്രൈമറി അഗ്രഷനെ പറ്റി കൂടെ ജസ്റ്റ് പറയണമെന്ന് ഓർത്തിരുന്നു. കാരണം വെച്ചാൽ ഇത് പല ഭാഗത്തു നിന്നും ഇച്ചിരിച്ചേ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തി ഈ ബൈപോളാർ മൂഡ് ഡിസോർഡർ, ഒരു മൂഡ് എങ്ങനെ ഉണ്ടാകുന്നു, ഒരു മൂഡ് ഡിസോർഡർ എങ്ങനെയാകുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ടും കൃത്യമായിട്ടും ഒരു ഹൈപ്പോത്തിസിസും ഇല്ലാതെ പറയുന്ന സയൻസ് ആണ് GSK. അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ശരി സാറേ, അടുത്ത ദിവസം പറയാം. ഓക്കെ. അപ്പം ശ്രവിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. സാർ ഇത്രയും നല്ല സിമ്പിളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് മനസ്സിലാക്കാവുന്ന വിധത്തില് GSKയോട് കുറച്ച് നമുക്ക് കാര്യങ്ങളും GSK എന്താണെന്നും അതിനകത്ത് എങ്ങനെ ഹോമിയോപ്പതിയുടെ ആപ്ലിക്കേഷൻ എന്നും മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ശശിധരൻ ഡോക്ടറിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ CJ വർഗീസ് സാറ്, ഇന്ന് രമാദേവി അമ്പാടി ഉണ്ടായിരുന്നു. മാമിന് എന്താ തിരക്കായിട്ട് ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു, എന്നോട് പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നു, എനിക്ക് ഒരു അത്യാവശ്യം വന്നുകൊണ്ട് ഇറങ്ങുവാണെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടാണ് ഇറങ്ങി. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് ഇതിന് താല്പര്യം കാണിച്ച് മുമ്പോട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും, അതുപോലെ ശശിധരൻ സാറിനും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.